ഈ വീട്ടിലെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം തീർക്കാൻ വേണ്ടി എത്തിയ കുട്ടിയെ ആരാധ്യ. എന്റെ സകല പ്രതീക്ഷകളും ഇനി ആരാധ്യയില്ല. ആരാധ്യേ, നീ എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണം. എന്താ ഇന്ദുവമ്മേ? അടുത്ത ഓണത്തിന്റെ അന്ന് ഈ വീട്ടിലൊരു കുഞ്ഞിക്കാലുണ്ടാവണം. മനസ്സിലായില്ല ഇന്ദുവമ്മേ? അത് ശരി, മനസ്സിലായില്ലേ? ഓണത്തിന്റെ അന്ന് കുട്ടികളല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. ഇന്ദുവമ്മ നിന്നോട് ദേവന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറഞ്ഞതാ. ഇന്ദുവമ്മേ, ഈ ഓണം കഴിഞ്ഞ ഉടനെ ദേവന്റെ ആരാധ്യയുടെയും കല്യാണം നടത്തണം. അടുത്ത വർഷം ഈ സമയത്ത് ഒരാൺതരിയെ ഇന്ദുമ്മയുടെ കയ്യിൽ വെച്ച് തരും. കുഞ്ഞുവാവയ്ക്കൊപ്പം ഇന്ദുമ്മയ്ക്ക് സമയം പോകുന്നതേ അറിയില്ല. ഇന്ദുമ്മയുടെ ആഗ്രഹവും നിറവേറും. പക്ഷേ ഈ കല്യാണം നടക്കൂ ഇല്ലയോ എന്നുള്ളതല്ലേ പ്രശ്നം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? കല്യാണം നടത്താനല്ലേ ഈ പെടാപ്പെടല്ല. നമ്മള് പാടുപെട്ടതുകൊണ്ട് കാര്യം നടക്കൂ ഇന്ദുവമ്മേ? ദേവനും കൂടെ അത് തോന്നണ്ടേ? അവന്റെ സ്വഭാവം ഏത് നേരത്തെ എങ്ങനെയാണെന്ന് ആർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. വൈദേഹിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു കളഞ്ഞാൻ എന്തൊരു ബഹളമായിരുന്നു, എല്ലാരും കണ്ടതല്ലേ. കല്യാണത്തിന് സമ്മതിക്കൂന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അതിരിക്കട്ടെ, പരമ്പരാഗതമായി കിട്ടിയ ഭഗവതിയുടെ ഒരു മാലയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് ഇന്നലെ ആരാധ്യയുടെ കഴുത്തിലിട്ട് കൊടുക്കാന്ന് പറഞ്ഞ്. ആദ്യം അതിട്ട് കൊടുക്കെന്തുവമ്മേ. അതിന്റെ പ്രഭാവം കൊണ്ടെങ്കിലും ദേവന്റെ മനസ്സ് മാറുമെന്ന് നോക്കാം. അങ്ങനെ ഈ കല്യാണം നടന്നാലോ? ഓർമ്മിപ്പിച്ചത് നന്നായി. ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. അയ്യോ, മാല എവിടെ? കൗസല്യേ, ദാസാ, കൗസല്യേ, ദാസാ. ഭഗവതിയുടെ മംഗളഗൗരി മാല ഇന്നലെയല്ലേ പുറത്തെടുത്തേ? അത് പൂജാമുറിയിലാ വെച്ചിരുന്നത്. അത് ആരാധ്യയുടെ കഴുത്തിലിടാൻ നോക്കിയപ്പോ അതവിടെ കാണുന്നില്ല. പൂജാമുറിയിൽ വെച്ച മാല ആരെടുത്തോണ്ട് പോവാനാ? നല്ലവണ്ണം നോക്കിയോ? എല്ലായിടത്തും നോക്കിയടാ, അതാരോ എടുത്തതാ. എന്തായാലും ഞാൻ എടുത്തിട്ടില്ല എന്തുവമ്മേ. അതിനോട് അത്രയ്ക്ക് കൊതിയുണ്ടായിരുന്നെങ്കിൽ എന്നോ ചോദിച്ചു മേടിച്ചേനെ. ആരാധിക്കോ അതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല. അല്ലെങ്കിൽ തന്നെ അത് അവൾക്കുള്ളതാണെന്ന് ഇന്ദുവമ്മ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ. പിന്നെന്തിനാ അവളതെടുക്കണം? മാല പുറത്തെടുത്തതും അത് കാണാതായെങ്കിൽ ഇത് വീട്ടിലുള്ളവരെടുത്തതല്ല, പുറത്തുനിന്ന് വന്ന ആരോ ആണ്. പുറത്തുനിന്നുള്ള ആരും ഇവിടെ ഇല്ലല്ലോ. അതെങ്ങനെ പറയും? പണിക്കാരുണ്ടല്ലോ. ഇതാ ഈ വൈശാലിയും ഉണ്ട്. അവള് പുറത്തുനിന്ന് വന്നവളല്ലേ,
അത് കണ്ടപ്പോ മോഹം തോന്നി മോഷ്ടിച്ചതായി കൂടുന്നില്ലല്ലോ. അത്രയ്ക്ക് അത്യാർത്ഥ്യമൊന്നും എനിക്കില്ല. എനിക്ക് അവകാശപ്പെട്ടത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് തന്നെ കിട്ടും. അതിനുവേണ്ടി ആരും അറിയാതെ മോഷ്ടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? നീയാണെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും ആവാന്നേ പറഞ്ഞുള്ളൂ. ഇതിപ്പോ നീയാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ തോന്നുമല്ലോ. ഇപ്പൊ തന്നെ പിതൃക്കളിൽ നിന്ന് കിട്ടിയ ശാപം പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളായി വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് അല്പം വിടുതൽ നൽകിയത് ഈ മാലയാ. ഭഗവതിയുടെ ആ മാലയും കാണാതായി എന്ന് പറഞ്ഞ ഇനി എന്തൊക്കെയാണാവോ വരാനിരിക്കുന്നത്? ഇവിടെ സെക്യൂരിറ്റി ക്യാമറാസ് ഉണ്ടല്ലോ. പിന്നില്ലേ, വീട്ടിനകത്തും ഹാളിലും പുറത്തും എല്ലായിടത്തും ഉണ്ട്. അതിലും നോക്കിയിട്ട് എന്ത് കാര്യം? ഇന്ദുമ്മ രാത്രിയല്ലേ അത് അവിടെ കൊണ്ടുവച്ചത്. നേരം വെളുത്തപ്പോ അത് കാണാനില്ലെങ്കി രാത്രി തൊട്ട് ഈ നേരം വരെ പൂജാമുറിയിലേക്ക് ആരൊക്കെ പോയെന്ന് CCTV ക്യാമറ നോക്കിയാ എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലോ. ആ ഫൂട്ടേജ് എവിടെ നിന്ന് എടുക്കേണ്ടത്? അതിവിടെ ഉണ്ട്, ലാപ്ടോപ്പിൽ നോക്കിയാൽ കണ്ടുപിടിക്കാം. നിക്ക്, ഞാൻ എടുത്തോണ്ട് വരാം. ആരായിരിക്കും ഇതെടുത്തത്? ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ? അവിടെ ആരോ പോകുന്ന പോലെ ഉണ്ടല്ലോ. പുറകോട്ട്, കുറച്ച് പുറകോട്ട് മാറ്റിക്കേ. അവിടെ ആരോ നടന്നു പോകുന്നുണ്ട്. ആ ആരാന്ന് ശരിക്കും മനസ്സിലാവുന്നില്ലല്ലോ. മോഷ്ടിച്ച ആൾക്ക് ഇവിടെ CCTV ക്യാമറ ഉണ്ടെന്ന് അറിയാന്ന് തോന്നുന്നു. അതുകൊണ്ടാ മുഖം സാരി കൊണ്ട് മറച്ച് നടന്നു പോയത്. ഒന്ന് ശരിക്കും നോക്കടാ. നോക്കുമല്ലേ തോമേ? അയ്യോ, മുകളിലേക്ക് പോകുന്നുണ്ടോ? അപ്പൊ മോഷ്ടാവ് വീട്ടിൽ തന്നെ ഉണ്ട്. ആരാ എടുത്തതെന്ന് പറഞ്ഞേക്ക്.
ആളുടെ മുഖല്ലേ കാണാത്തതുള്ളൂ. സാരി വ്യക്തമായി കാണാമല്ലോ. ആ സാരി ആരുടേതാ? ആരുടെയാണെന്ന് അവർക്ക് തന്നെ അങ്ങ് പറയാലോ. നീ ഒന്ന് എണീറ്റേ. വൈശാലി, നീ ഇതൊന്ന് നോക്കിക്കേ. നോക്ക് വൈശാലി, ഇതാരാന്ന് നോക്കിക്കേ. തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇന്നലെ നീ ഈ സാരിയല്ലായിരുന്നു ഉടുത്തിരുന്ന? എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. ഇനി അല്ലാന്നെങ്ങാനും പറയാനുണ്ടോ? എന്നാലേ ഒരു മിനിറ്റ്. വരുൺ, ഇത് നിന്റെ സാരി തന്നെയല്ലേ? പറയേ, സത്യം പറഞ്ഞോണം. അതിവളുടെയാ. എന്തിനാടി ഇത് ചെയ്തേ? ഭഗവതിയുടെ മാല മോഷ്ടിക്കാൻ മാത്രം ധൈര്യോ? ഇല്ല എന്തുമ്മേ, ഈ സാരി എന്റേത് തന്നെയാ. പക്ഷെ അതിൽ കണ്ടത് ഞാനല്ല. അതെന്താ? നിന്റെ സാരി എടുത്തോണ്ട് വേറെ ആരെങ്കിലും ചെയ്തതാണെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ, ആദ്യം തൊട്ട് നടക്കുന്നത് തന്നെ ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്. എന്നെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള മറ്റൊരു ശ്രമോ ഇത്. മിണ്ടരുത്. ഈ വീട്ടിൽ തന്നെ നിൽക്കാൻ വേണ്ടി നീ കാണിക്കുന്ന കള്ളക്കളികളാ ഇതൊക്കെ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല എന്തുമ്മേ. മതി, നിർത്ത് നിന്റെ അഭിനയം. ഈ വീട്ടിലെ മരുമോളുടെ കഴുത്തിൽ ഇട്ടുകൊടുക്കേണ്ട മാല അടിച്ചു മാറ്റി നിന്റെ അടുത്ത് വെച്ച നീ ഈ വീട്ടിലെ മരുമോളാവുന്ന? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നീ എന്താ ഉദ്ദേശിച്ച്? നീയാണ് വൈദേഹി, ഓൾറെഡി ഈ വീട്ടിലെ മരുമോളായതുകൊണ്ട് നിനക്കതിന്റെ ആവശ്യമില്ലെന്നാ? കേട്ടില്ലേ ഇന്ദുവമ്മേ? ഇപ്പോഴും അവള് വൈദേഹിയാണെന്ന് തന്നെയാണ് പറയുന്നത്. ആരാധ്യ മരുമോളാകുന്നതിൽ താല്പര്യമില്ല. അതിനാണ് ആ മാല ആരാധ്യക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഇവൾ അത് അടിച്ചു മാറ്റിയത്. ഇല്ല, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. വൈശാലി, മുഖം മറയ്ക്കാൻ തോന്നിയ നിനക്ക് സാരി മാറ്റാൻ തോന്നാതിരുന്നത് കാരണം നീ ഇപ്പൊ പിടിക്കപ്പെട്ടു. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒരു മാലയും എടുത്തിട്ടില്ല. മര്യാദയ്ക്ക് അതിന് തിരിച്ചു തന്നേക്ക് വൈശാലി. എന്തുമ്മേ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല എന്തുമ്മേ. ഊർമിളെ, എന്താ ഇവിടെ ഒരു ബഹളം? ഏയ്, ഒന്നുമില്ല അമ്മേ. ഇന്ദുവമ്മ ഇന്നലെ പൂജാമുറിയിൽ മാല വെച്ചിരുന്നു. ഈ വൈശാലി തലയെ മൂടിക്കൊണ്ട് ചെന്നത് അടിച്ചു മാറ്റി. ഞങ്ങൾ എല്ലാവരും CC ക്യാമറ ഫൂട്ടേജ് കണ്ടതാ. അതിലുള്ളത് ഈ വൈശാലിയാണെന്ന് ഉറപ്പാ. അവൾ ഇന്നലെ ഉടുത്ത സാരി തന്നെ. ഇപ്പൊ അവളല്ലെന്ന് പൂങ്കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുക. എല്ലാരെയും വിശ്വസിപ്പിക്കാനുള്ള ശ്രമ. ഇവിടെ എല്ലാരും അങ്ങ് വിശ്വസിക്കുമല്ലോ. അമ്മേ, 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 എന്നെ വിശ്വസിക്കമ്മേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക. പറയട്ടെ, പറയട്ടെ, പറയാൻ. അമ്മേ. എന്തിനാണ് നീ?
കൊന്നുകളയും. ഇനി എന്നെ അമ്മന്ന് വിളിച്ച നിന്നെ ഞാൻ ജീവനോട് വെച്ചേക്കില്ല. ആരാടി നിന്റെ അമ്മ? ഏത് വകുപ്പിലെ അമ്മയായത്? ഇപ്പോഴും നിന്റെ മനസ്സിലിരിപ്പ് വേറെയാ. ഈ വീട്ടിലെ മരുമകളാകാനുള്ള എല്ലാ കളിയും നീ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ തന്നെയാടി ആ മാല മോഷ്ടിച്ചത്. എവിടെ ഒളിപ്പിച്ചു വെച്ചേ? പറയാൻ. അതവള് പറയില്ല. അവൾ എന്ത് ചെയ്താലും ശാന്താന്റിക്ക് വേണ്ടിയെങ്കിലും അവളെ ഈ വീട്ടിൽ തന്നെ നിർത്തുമെന്നുള്ളത് അവളുടെ ധൈര്യം. അതുകൊണ്ട് ആര് ചോദിച്ചാലും ശരിയായ ഉത്തരം കിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. എന്റെ ദേവേട്ടൻ തന്നെ ഇതിനൊക്കെയുള്ള ഉത്തരം തന്നോളും. നിന്റെ ആരാടി നിന്റെ ദേവേട്ടെ? നീ എന്താ ബന്ധം കൂടാൻ നോക്കുന്നോ? ബന്ധം ഉണ്ടാക്കണോടി നിനക്ക്? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ദേവേട്ടൻ വരുന്നത് വരെ ഒന്ന് കാക്ക്. ഞാൻ ആരാണെന്ന് അപ്പം മനസ്സിലാവും. ഈ മോഷണം നടത്തിയത് ആരാന്നും മനസ്സിലാവും. ഞാൻ കൗസല്യ വേണ്ട. വൈശാലി, ദേവൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നിന്റെ വിചാരം. ഈ കാര്യത്തിൽ ദേവൻ മാത്രമല്ല, ഈ വീട്ടിൽ ആരും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു വൈദ്യരെ ഇവിടെ നിർത്തി എന്റെ മോളെ ചികിത്സിപ്പിക്കും. പക്ഷെ മാല മോഷ്ടിച്ച് നീ ഇവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ ഒരു മോഷണവും നടത്തിയിട്ടില്ല എന്തുമ്മേ. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ആ, എങ്ങനെയൊക്കെ ചോദിച്ചാ പറയില്ല. പോലീസിനെ വിളിച്ചാ അവര് പറയിപ്പിച്ചോളും. അയ്യോ, എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ദേവേട്ടൻ ഒന്നിങ്ങോട്ട് വന്നോട്ടെ. എല്ലാ സത്യം ദേവേട്ടൻ പറയും. ഏയ് നിർത്ത്. എന്തിനും ഏതിനും നീ എന്തിനാ ഇങ്ങനെ ദേവന്റെ പേര് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന? ദേവൻ എന്തിതിൽ പറയാനാടി? നിന്റെ കള്ളക്കണ്ണീര് കണ്ട് ഉരുകാൻ നീ വൈദേഹിയാണെന്ന് ദേവൻ പോലും വിശ്വസിച്ചിട്ടില്ല. ആരാധ്യേ, നീ ആദ്യം പോലീസിനെ വിളിച്ചു വരുത്ത്. വേണ്ട ആരാധ്യ, പോലീസിനെ വിളിക്കണ്ട പ്ലീസ്. ദയവ് ചെയ്ത് ദേവേട്ടൻ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേ. ദേവേട്ട എവിടെ പോയതാ? എന്നെ ഒന്ന് വന്ന് രക്ഷിക്ക്. ഈ DNA റിപ്പോർട്ട് നമ്മളാ മാറ്റിയെന്ന് അറിഞ്ഞാ ദേവ ആദ്യം നമ്മളെ കൊല്ലും. ഹായ് സർ. ഹലോ. പറയൂ സർ, വീണ്ടും വല്ല DNA ടെസ്റ്റും ചെയ്യണോ? ഈ റിപ്പോർട്ട് മാറ്റിമറിക്കാൻ തുടങ്ങിയ പിന്നെ ഏത് ടെസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? റിപ്പോർട്ട് മാറ്റിമറിച്ചെന്നോ? സാർ എന്തായി പറയുന്നേ? സംഭവിച്ചത് അങ്ങനെയൊക്കെയാണല്ലോ. നിങ്ങൾ വളരെ ജെനുവിനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നവരാണ്, ആരും നിങ്ങളെ ടാമ്പർ ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ എന്റെ ഭാര്യയുടെ റിപ്പോർട്ട് എങ്ങനെയാ മാറിയത്? സാർ എന്തായി പറയുന്നേ? ഞങ്ങൾ റിപ്പോർട്ട്സ് ഒന്നും മാറ്റിയിട്ടില്ല. ഞങ്ങൾ കൊണ്ടുപോയ സാമ്പിൾസിന്റെ കൃത്യം റിപ്പോർട്ട് തന്നെയാണ് നിങ്ങളെ ഏൽപ്പിച്ചത്. കൃത്യം റിപ്പോർട്ടായിരുന്നെങ്കിൽ എന്റെ അമ്മായിയുടെ വയറ്റിൽ ജനിച്ച എന്റെ ഭാര്യ വൈദേഹി അല്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് റിപ്പോർട്ട്സിൽ വന്നത്? നിങ്ങൾ മാറ്റി എഴുതാതെ. സർ, ഞാൻ പറയുന്നത് വിശ്വസിക്കേ. റിപ്പോർട്ട് മാറ്റുന്നത് ഞങ്ങളുടെ ലാബിൽ നടക്കില്ല. പക്ഷെ എന്നിട്ടിപ്പോ നടന്നല്ലോ. ആരെങ്കിലും മാറ്റാൻ പറഞ്ഞപ്പോ കാശിന്റെ മോഹം കൊണ്ട് നിങ്ങൾ അത് മാറ്റി എഴുതി കാണും. അതിനൊന്നും ഒരു ചാൻസും ഇല്ല സർ. കാരണം സാമ്പിൾസ് കളക്ട് ചെയ്ത് കൊണ്ടെത്തിക്കുന്നത് മാത്രമാണ് ഞങ്ങളുടെ ജോലി. ടെസ്റ്റ് ചെയ്യുന്നത് ആരാന്നോ റിപ്പോർട്ട് എടുക്കുന്നത് ആരാന്നോ ഞങ്ങൾക്ക് പോലും അറിയില്ല. അങ്ങനെയുള്ളപ്പോ പുറം ലോകത്തുള്ളവർ എന്തറിയാനാണ് സർ? അവരകത്ത് ചെന്നാലും കാശ് കൊടുത്ത് മാനേജ് ചെയ്യാവുന്ന